ഒരു 6:30 ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഓഫീസിൽ. നിയാൻ DJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്ന വഴിക്ക് ഗിഫ്റ്റ് മറന്ന് തിരിച്ചു പോയെടുത്തതിൻ്റെ ചിരിയാണ് ഈ കാണുന്നത്. കൂട്ടത്തിലൊരു കുഞ്ഞു ഗസ്റ്റിനെ കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പിക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ ആൾ നല്ല കരച്ചിലായതുകൊണ്ട് എനിക്ക് വിഷമം തോന്നിയിട്ട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷന് പോയത്. ഇത് ഞങ്ങളുടെ കൊളീഗ് അർജുൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അവൻ ഞങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ പാതിരപ്പള്ളിയിലുള്ള ഓഫീസിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഓഫീസിലുള്ള എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണാമല്ലോ എന്നുള്ളൊരു ത്രില്ലിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ. ഇങ്ങനെ ചില ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഒരുമിച്ചങ്ങ് കാണാറുള്ളൂ. ഇവരെ എല്ലാവരും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, പല ഓഫീസിലായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കണ്ടു, കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. കുറേ നാളിന് ശേഷം പലയിടത്തായി ഇരുന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ കൊളീഗ്സിനും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു അവനെ വിഷ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനുമായിട്ട് ഞങ്ങളും ഒരുമിച്ച് അവരോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് കയറി. പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരോടും സംസാരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് ഞങ്ങൾ പോയി. ധ്രുവിക്കുട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവന് കഴിപ്പിക്കലായിരുന്നു എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ജോലി. ആൾ തുടക്കത്തിൽ ഭയങ്കര കരച്ചിലായിരുന്നെങ്കിലും അവിടെ ചെന്ന് എല്ലാവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നടന്നു. എല്ലാവരെയൊക്കെ കണ്ടെങ്കിലും ഒരുപാട് നേരം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെയും കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിൽ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തായാലും ധ്രുവിക്കുട്ടൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഫംഗ്ഷൻ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.